ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഇറ്റ്സ് മീ എസ് എൽ കെഡോറാഡോ. ഞാൻ നിന്നിരിക്കുന്ന ഒരു ടോപ്പ് 10 ഫ്രീ ഫയർ ക്യാരക്ടേഴ്സിൽ നിന്നുള്ള ചലഞ്ചായിട്ടാണ്. ഇതിൽ 10ാമത് വരുന്നതെന്ന് വെച്ചാൽ ഈ അടുത്ത് വൈറലായിട്ടതും പിന്നെ നല്ലതായിട്ട് ഫാൻസും ഉള്ള ഹയാട്ടോ എന്ന് വേറുള്ള ക്യാരക്ടറാണ്. ഇത് പുതിയ ഫാൻസൊക്കെ ഉള്ള ക്യാരക്ടറാണെങ്കിൽ വലിയ പവറൊന്നുമില്ല, പക്ഷേ ഈ ഇടയ്ക്ക് നല്ലതായിട്ട് വൈറലായിരുന്നു. ഇതിൽ 9ാമത് വരുന്ന കെ എന്ന് വേണ്ടൊരു ക്യാരക്ടറാണ്. അതിനെ നമുക്ക് എടുത്തു പറയാമെന്ന് വെച്ചാൽ നല്ലതായിട്ട് ഹെൽത്തൊക്കെ കിട്ടുന്ന ഒരു ക്യാരക്ടറാണ്. ആരിലൊക്കെ അടിച്ചിട്ട് ഗ്ലൂ ആൻഡ് ആക്കിയിരിക്കുമ്പോൾ പെട്ടെന്നുള്ള നമുക്ക് ഹെൽത്തൊക്കെ കുറവാണെങ്കിൽ മെഡിക്കറ്റൊക്കെ അടിക്കാതെ തന്നെ നല്ലതായിട്ട് കയറുന്ന ഒരു ക്യാരക്ടറാണ് കെ എന്ന് പറയുന്നത്. 8ാമത് ഇഗ്നിസ് എന്ന് വേണ്ടൊരു ക്യാരക്ടറാണ്. ആ ക്യാരക്ടറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നല്ലതായിട്ട് ഗ്ലൂ വാളൊക്കെ ആണെങ്കിൽ നമ്മളിപ്പോൾ സോണിലൊക്കെ പെട്ട് എനിമീസൊക്കെ നമ്മളെ ഗ്ലൂ വാളിൽ വെളിയിൽ ഇറക്കാൻ പറ്റാത്തത് ചുറ്റും ഗ്ലൂ വാൾ ഇട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇഗ്നിസിൻ്റെ ക്യാരക്ടറിന് എബിലിറ്റി ഇട്ട് ഇത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് രക്ഷപ്പെടാം. 7ാമത് റെയ്തൻ എന്ന് വേറൊരു ക്യാരക്ടറാണ്. ഇതിൻ്റെ അടുത്ത് വന്നാണെങ്കിൽ നല്ല പവറാണ്. നമ്മുടെ അടുത്ത് ഇപ്പോൾ എനിമയൊക്കെ ഉണ്ട്, നമുക്ക് ആ എനിമ എവിടെയാണെന്ന് അറിയത്തില്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ എബിലിറ്റി ഒന്ന് വിട്ടിട്ടാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ എനിമയെ കണ്ടുപിടിക്കാം. മാത്രമല്ല ഈ ക്യാരക്ടറിൻ്റെ എബിലിറ്റി ആ എനിമയുടെ ഹെൽത്ത് കുറയ്ക്കുകയും കൂടെ ചെയ്യും. ഇതിനകത്ത് 6ാമത് വരുന്ന സ്കൈലറാണ്. സ്കൈലറൊക്കെ ആണെങ്കിൽ നല്ല ഒരു ക്യാരക്ടറൊക്കെയാണ്. സ്കൈലറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഗ്ലൂവാളൊക്കെ ഈ ഇടയ്ക്ക് സ്കൈലറിൻ്റെ എബിലിറ്റിയുടെ ഒരു സ്കില്ലൊക്കെ പോലെ വന്നിട്ടുണ്ട്. സ്കൈലറെന്ന് വെച്ചാൽ ഗ്ലൂവാളൊക്കെ പെട്ടെന്ന് വിളിക്കാൻ പറ്റുന്ന പോലത്തെയൊക്കെ ഉള്ളൊരു ക്യാരക്ടറാണ്. ഇതിൽ 5ാം സ്ഥാനത്ത് വന്നിരിക്കുന്ന ടാറ്റ്സുവയാണ്. ടാറ്റ്സുവയെ എടുത്തറിയാമെന്ന് വെച്ചാൽ സ്പീഡാണ്. നമുക്കിപ്പോൾ സോണിലൊക്കെ പെട്ടിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ സോണിൽ കയറാനൊക്കെ സഹായിക്കുന്നൊരു ക്യാരക്ടറാണ് ടാറ്റ്സുവ. പിന്നെ 4ാമത് വരുന്നതെന്ന് വെച്ചാൽ ഓൾഡ് പ്ലെയേഴ്സിൻ്റെ ഒക്കെ ഒരു സ്വപ്നം ഡ്രീമായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അലോക്കാണത്. അലോക്കൊക്കെ ആണെങ്കിൽ നല്ലതായിട്ട് ഹെൽത്തൊക്കെ തരുന്നൊരു ഇതാണ്. കെ ഒക്കെ പോലെ തന്നെ നല്ലതായിട്ട് ഹെൽത്തൊക്കെ പെട്ടെന്ന് കയറ്റാൻ പറ്റുന്ന ക്യാരക്ടറാണ് അലോക്ക്. ഇതിൽ 3ാമത് വരുന്നതെന്ന് വെച്ചാൽ ക്രോണോയാണ്. ക്രോണോ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, റൊണാൾഡോ ഒക്കെ പോലുള്ള ക്യാരക്ടറാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഷീൽഡൊക്കെയാണ്. നമ്മളുടെയൊക്കെ ഇപ്പോൾ ഇത് ഹെൽത്തില്ലാതെ എനിമീസിൻ്റെ ഒക്കെ മുമ്പിൽ ഗ്ലൂവാളൊന്നും ഇല്ലാതിരിക്കുകയാണെങ്കിൽ ക്രോണോയുടെ ഷീൽഡ് ഇട്ട് നമുക്ക് ഇതൊക്കെ ചെയ്യാം, ഹെൽത്തൊക്കെ കൂട്ടാം. പിന്നെ വേറൊരു ക്രോണോയുടെ ഇതിൻ്റെ എന്ന് വെച്ചാൽ അത് അപ്ഡേറ്റ് ചെയ്യുക, അങ്ങനെ സംഭവമുണ്ട്. അതൊക്കെ ചെയ്തിട്ടൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഷീൽഡിൻ്റെ അകത്തുനിന്ന് തന്നെ നമുക്ക് എനിമകളെ അടിക്കാൻ പറ്റും. ഇതിനകത്ത് 2ാമത് വരുന്ന ഡിമിരിയാണ്. ഡിമിരിയുടെ ഇതെന്ന് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ പെട്ടെന്നൊക്കെ നമ്മൾ എനിമീസൊക്കെ അടിച്ച് നമുക്ക് അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മൾ വീഴുന്നതിന് മുമ്പ് ചുറ്റും ഗ്ലൂ വാൾ ഇട്ടിട്ട് ഡിമിരിയുടെ പവർ ഇടുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചാവാതെ രക്ഷപ്പെടാൻ പറ്റും. നമ്മൾ റിവൈവ് ഒക്കെ ചെയ്യുന്നൊരു ഇതാണ്. ഇതിൽ 1ാമത് വരുന്നതെന്ന് വെച്ചാൽ മോസ്റ്റ് പവർഫുൾ, അത് നമ്മുടെ സ്വന്തം ഓറിയോണൊക്കെ ആണെങ്കിൽ എല്ലാത്തിൻ്റെയും കൂടെ ഉണ്ട്. നമ്മൾ എനിമകൾ അടിക്കുമ്പോൾ ഹെൽത്ത് കുറയാതിരിക്കാൻ നമുക്ക് ഹെൽത്ത് എത്രയ്ക്കും കുറവാണെങ്കിൽ ഓരോൻ്റെ എബിലിറ്റി ഇടുവാണെങ്കിൽ നമുക്ക് ഒട്ടും കുറയത്തില്ല. പിന്നെ നമുക്ക് റിവൈവൊക്കെ നമ്മൾ വീഴാതിരിക്കാനും നല്ല ഇതാണ്. ഷീൽഡൊന്നും ഇല്ലെങ്കിൽ ക്രോണോയൊക്കെ പോലെ തന്നെ ഷീൽഡ് ഇല്ലാത്തൊരിതാണെങ്കിൽ നമുക്ക് ഓരോൻ്റെ ഈ എബിലിറ്റി ഇതൊക്കെ ചെയ്യാം. ഇതോടെ ഞാൻ എൻ്റെ ഈ വീഡിയോ നിർത്തുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ്. ഇതുപോലൊരു വീഡിയോ വരുന്നത് വരേക്കും ടാറ്റാ.